ഒക്ടോബർ 18 വിശുദ്ധ ലൂക്ക. സുവിശേഷം എഴുതിയ 4 പേരിൽ ഒരാളും അപ്പോസ്തലിക പ്രവർത്തനങ്ങൾ എന്ന വചനഭാഗം എഴുതിയ വിശുദ്ധ ലൂക്കായെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസുകാർക്കുള്ള ലേഖനത്തിൽ ലൂക്കായെ പ്രിയങ്കരനായ വൈദ്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ് മാത്രമല്ല, എയൂസേബിയൂസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ ഇരണായൂസും കയ്യോസും കൂടാതെ 2-ാം നൂറ്റാണ്ടിലെ ചിത്രകാരന്മാരും വിശുദ്ധ ലൂക്കായെ ഒരു വൈദ്യനായി പരാമർശിച്ചിട്ടുള്ളത് കാണാം. വിശുദ്ധ ലൂക്കായുടെ മതപ്രഘോഷണത്തെക്കുറിച്ചറിയാൻ അദ്ദേഹത്തിന്റെ സുവിശേഷങ്ങളിലൂടെ കടന്നുപോയാൽ മതി. അപ്പോസ്തലിക പ്രവർത്തനങ്ങൾ എന്ന സുവിശേഷത്തിലെ 16-ാം അധ്യായം വരെ മൂന്നാമത്തെ ഒരാൾ ഒരു ചിത്രകാരനെന്ന പോലെ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന രീതിയിലാണ്. ലൂക്കായുടെ പ്രവർത്തനങ്ങൾക്കും സുവിശേഷങ്ങൾക്കും പ്രചോദനമായത് വിശുദ്ധ പൗലോസ് ശ്ലീഹായും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമായുള്ള ലൂക്കായുടെ അടുപ്പമായിരുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ മരണശേഷം ലൂക്കായുടെ ജീവിതത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ നിലവിലുണ്ട്. പഴയകാല എഴുത്തുകാരുടെ അഭിപ്രായത്തിൽ ലൂക്ക രക്തസാക്ഷിത്വം വരിച്ചതായി കാണുന്നു. വേറെ ചിലർ അദ്ദേഹം വളരെക്കാലം ജീവിച്ചതിനു ശേഷമാണ് മരിച്ചതെന്ന്. പഴയ വിശ്വാസം അനുസരിച്ച് ഗ്രീസിൽ സുവിശേഷം എഴുതിക്കൊണ്ടിരിക്കെ തന്റെ 84-ാം വയസ്സിൽ മരണമടഞ്ഞതായി കരുതപ്പെടുന്നു. മറിയത്തിന്റെ ചിത്രങ്ങൾ വരച്ചത് ലൂക്കായാണെന്നാണ് പറയപ്പെടുന്നത്. ആയതിനാൽ വിശുദ്ധ ലൂക്ക ചിത്രകാരന്മാരുടെയും വൈദ്യന്മാരുടെയും മധ്യസ്ഥനായി ആദരിക്കപ്പെടുന്നു.